വലിയ ലോകത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ത്യയുടെ യൂട്യൂബ് വില്ലേജ് എന്നറിയപ്പെടുന്ന ഗ്രാമമാണ് തുളസി. തുളസി മറ്റേതൊരു ഗ്രാമത്തെ പോലെയും ഒരു സാധാരണ ഗ്രാമം. മധ്യ സംസ്ഥാനമായ ഛത്തീസ്ഗഡിലെ ഒരു ചെറിയ ഗ്രാമം. ഇരുനില വീടുകളും ഭാഗികമായി ടാർ ചെയ്ത റോഡുകളുമുണ്ട്. കെട്ടിടങ്ങൾക്ക് മുകളിൽ ഒരു ജലസംഭരണി ഉയർന്നു നിൽക്കുന്നു. അത് പട്ടണത്തെ നിരീക്ഷിക്കുന്നു. കോൺക്രീറ്റ് അടിത്തറകളുള്ള ആൽമരങ്ങളും ഒത്തുചേരുന്ന ഒരു ഗ്രാമം. എന്നാൽ തുളസിയെ വേറിട്ടു നിൽക്കുന്നത് ഇന്ത്യയുടെ യൂട്യൂബ് ഗ്രാമം എന്ന പ്രത്യേകതയാണ്. യൂട്യൂബ് കൊണ്ടുവരുന്ന പണം പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിമറിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾക്കും അപ്പുറം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സമത്വത്തിനും സാമൂഹിക മാറ്റത്തിനുമുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു. വിജയകരമായ യൂട്യൂബ് ചാനലുകൾ ആരംഭിക്കുകയും അത് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ ഗ്രാമവാസികൾക്ക് മുമ്പ് കുറച്ച് അവസരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നവർ ഓരോ സംഭാഷണങ്ങളും വരുമാന മാർഗമായി മാറ്റിയിരിക്കുന്നു. ഇതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാമം യൂട്യൂബ് കണ്ടന്റിന് പേരുകേട്ടതെന്ന് നോക്കാം. 2016 ജയ്, ജ്ഞാനേന്ദ്ര ശുക്ല എന്നിവർ കണ്ടന്റ് നിർമ്മാണത്തിൽ ഒരു കൈ നോക്കാമെന്ന് തീരുമാനിച്ചതോടെയാണ് ഈ കഥ ആരംഭിച്ചത്. അധ്യാപകനായ ജയ്, മുൻ നെറ്റ്വർക്ക് എഞ്ചിനീയറായ ജ്ഞാനേന്ദർ എന്നിവർ വീഡിയോ എഡിറ്റിംഗിലോ ഡിജിറ്റൽ നിർമ്മാണത്തിലോ മുൻ പരിചയം ഒട്ടുമില്ലായിരുന്നു. ഞങ്ങൾക്ക് രസകരമായ എന്തെങ്കിലും സൃഷ്ടിച്ച് അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചു. കോപ്പിറൈറ്റ് പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങൾ പോലുള്ള എല്ലാ തടസ്സങ്ങൾ നേരിട്ടുവെങ്കിലും പിന്നീട് അവർ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോയി. ഒരു ചെറിയ പരീക്ഷണ സംരംഭമായി തുടങ്ങിയത് താമസിയാതെ വളരെ വലിയ ഒന്നായി വളർന്നു. ചാനലിന് ആയിരക്കണക്കിന് സബ്സ്ക്രൈബർമാരെ നേടി. ക്രിയേറ്റർക്ക് സ്ഥിരമായ വരുമാനം നേടാൻ തുടങ്ങിയതോടെ ഈ വിജയം ഗ്രാമത്തിലെ മറ്റുള്ളവരെയും ഈ മേഖലയിലേക്ക് ആകർഷിച്ചു. താമസിയാതെ തുളസി ഡിജിറ്റൽ സൃഷ്ടാക്കളുടെ ഒരു കേന്ദ്രമായി മാറി. ഇന്ന് നൃത്തപ്രകടനങ്ങൾ മുതൽ കോമഡി സ്കിറ്റുകൾ, DIY വീഡിയോകൾ വരെ എല്ലാം ചിത്രീകരിക്കുന്നു. ഒരു ഫിലിം ക്രൂവിനെ കാണാതെ ഗ്രാമത്തിലൂടെ നടക്കുക വളരെ പ്രയാസമാണ്. തുളസിയിൽ താമസിക്കുന്ന 4000 പേരിൽ 1000-ലധികം പേർ ഏതെങ്കിലും വിധത്തിൽ യൂട്യൂബ് വീഡിയോകൾ സജീവമായി പ്രവർത്തിക്കുന്നു. സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക മാറ്റത്തിനും സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നു ഛത്തീസ്ഗഡിലെ ഈ ചെറിയ ഗ്രാമം. തുളസിയുടെ യൂട്യൂബറുകളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. മുമ്പ് ഉപജീവന മാർഗം കണ്ടെത്താൻ അവസരങ്ങൾ കുറവായിരുന്നു സ്ത്രീകൾക്ക്. ഇപ്പോൾ സ്വതന്ത്രമായ വരുമാനത്തിൽ അവർ അഭിമാനിക്കുന്നു. കുട്ടികളിലെ മോശം ശീലങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ ഇത് സഹായിക്കുന്നു. 2018 ബിയോണ്ട് ഛത്തീസ്ഗി എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് തുളസിയുടെ യൂട്യൂബ് പരിവർത്തനം ആരംഭിച്ചത്. ഇത് ഗ്രാമത്തെ സാധാരണ ജീവിതം കാണിച്ചു തന്നു. ഇന്ന് ഇതിന് 1,25,000-ലധികം സബ്സ്ക്രൈബർമാരും അവരുടെ വീഡിയോകളിൽ 260 ദശലക്ഷത്തിലധികം വ്യൂവേഴ്സും ഉണ്ട്. അവരുടെ വിജയം പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ആകർഷിച്ചു. അവർക്ക് 2023 ഗ്രാമത്തിൽ ഒരു അത്യാധുനിക സ്റ്റുഡിയോ സ്ഥാപിക്കാൻ സഹായിച്ചു. ഗ്രാമത്തിന്റെ യൂട്യൂബ് പ്രവർത്തനത്തെ ഡിജിറ്റൽ വിഭജനം പരിഹരിക്കാനുള്ള അവസരമായി മാറി അത്. ഈ സ്റ്റുഡിയോയിലൂടെ ഗ്രാമപ്രദേശങ്ങളും നഗരപ്രദേശങ്ങൾക്കും ഇടയിലുള്ള വിടവ് നികത്താൻ സാധിച്ചു. അവരുടെ വീഡിയോകൾ സ്വാധീനം ചെലുത്തുകയും ശക്തമായ തീമുകൾ ഉള്ളവയുമാണ്. ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയിരിക്കുന്നു. തുളസിക്ക് ഏകദേശം 40-ലധികം സജീവ യൂട്യൂബ് ചാനലുകൾ ഉണ്ട്. അവയിൽ പലതും ശ്രദ്ധേയമായ ശ്രദ്ധ നേടുന്നുണ്ട്. മിക്ക ചാനലുകളും യൂട്യൂബ് പരസ്യ വരുമാനത്തിൽ നിന്നും പ്രതിമാസം 20,000 മുതൽ 40,000 രൂപ വരെ സമ്പാദിക്കുന്നു. ഗ്രാമത്തിലെ 100 കണക്കിന് യുവാക്കൾ യൂട്യൂബ് ഒരു ഉപജീവന മാർഗമായി സൃഷ്ടിച്ചു. ഇത് പ്രാദേശിക വിനോദ വ്യവസായത്തെ ഉത്തേജിപ്പിക്കുകയും അവരുടെ ചെറിയ പട്ടണ ജീവിതത്തിൽ നിന്നും ചില തുളസി യൂട്യൂബർമാരെ പുറത്തിറക്കുകയും ചെയ്യുന്നു. സെൽഫോണുകൾ മുതൽ വലിയ സ്ക്രീൻ വരെ എത്തി അവരുടെ വളർച്ച. തുളസിയുടെ യൂട്യൂബ് ആവേശത്തിൽ ജനിച്ച ഒരുപാട് സോഷ്യൽ മീഡിയ താരങ്ങൾ ഉണ്ട്. 27 വയസ്സുള്ള പിങ്കി സാഹുവിനേക്കാൾ ഉയർന്ന ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. കൃഷിയെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിദൂര ഗ്രാമത്തിൽ വളർന്ന ഒരു നടിയും നർത്തകിയും ആകാനുള്ള സാഹുവിന്റെ ആഗ്രഹം വിദൂര ഫാന്റസി എന്ന പോലെ തോന്നി. പ്രത്യേകിച്ച് അഭിനയം നിക്ഷിതമായി കണ്ട കുടുംബങ്ങളെയും അയൽക്കാരുടെ എതിർപ്പിനെയും നന്ദി പറഞ്ഞ് വിമർശനങ്ങൾക്കിടയിലും സാഹു ഇൻസ്റ്റഗ്രാം റീലുകളിലും യൂട്യൂബ് ഷോർട്സിലും നൃത്ത വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ബിയോണ്ട് ഛത്തീസ്ഗി എന്ന സ്ഥാപകൻ അവരുടെ വീഡിയോകൾ കണ്ടെത്തി സ്വന്തം പ്രൊഡക്ഷനുകൾക്കായി അവരെ റിക്രൂട്ട് ചെയ്തതോടെ അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായത്. ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു.
തുളസിയിൽ ഈ സാങ്കേതിക വിപ്ലവത്തിൽ സ്ത്രീകൾക്ക് കേന്ദ്രബിന്ദുവാവാൻ യൂട്യൂബ് വഴിയൊരുക്കി. ഗ്രാമത്തിലെ ജനസംഖ്യയുടെ ഏകദേശം 40% ഇപ്പോൾ യൂട്യൂബ്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വീഡിയോ ഉള്ളടക്കം നിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഇളയവന് 15 വയസ്സും മൂത്തയാൾക്ക് 85 വയസ്സുവരെയുമുള്ള മുത്തശ്ശിയുമാണ് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. തുളസി ഗ്രാമത്തിൽ ആസ്ഥാനമായുള്ള 40-ഓളം പ്രധാന ചാനലുകൾ കോമഡി, സംഗീതം, വിദ്യാഭ്യാസം മുതൽ DIY വരെ ഉൾപ്പെടുന്നു. ഏറ്റവും ജനപ്രിയമായത് യൂട്യൂബിൽ മാത്രം 1,00,000-ലധികം സബ്സ്ക്രൈബർമാരാണ് ഉള്ളത്. ഇതാണ് നൂതന ആശയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന്റെ കഥ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ.